കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം നിന്നു. പിന്നെ ഒരു കാര്യം കൂടെ പലരും പറഞ്ഞ പ്രൊട്ടക്ഷന് പോയി ഞാൻ എന്തിനാ നിന്ന് അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് PSC ആ പറഞ്ഞ റാങ്ക് ഹോൾഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റീസ് പോലും അവിടെ പോയി ഇത്രയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ന് രാവിലെ 10 മണിക്ക് രണ്ടുപേരും വിളിച്ചാൽ വന്നിട്ടില്ല. അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്. അവരെന്ത് വരാത്ത? രണ്ടാമത്തെ കാര്യം, സ്റ്റോറി ഇട്ടേക്കാണ് 4 മണിക്ക് ഇവിടെ ഞാൻ വന്നേക്കാം പരിപ്പും ചായ. അപ്പോൾ ഇവിടെ വരാൻ സമയമുണ്ട്. 500 മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വരാൻ സമയമില്ല. അപ്പോൾ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റോബിൻ വേദലക്ഷ്മി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പേരും രണ്ട് സൈഡിൽ നിന്നും എന്നെ ചെളി വാരി അറിയാം. പക്ഷേ ഈ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവർക്ക് എന്നിലൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ടൊക്കെ പോകുന്നതായിരുന്നു വിചാരിച്ച്. പക്ഷേ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റുകൾ എടുത്ത് പുറത്തിടുക, ഇതുകൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളെപ്പോൾ ഇവർക്ക് എടുത്ത് റിയാക്ട് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൽ ഈ ലക്ഷ്മി കുറേ കാര്യങ്ങൾ വന്നിച്ച് തുടക്കം മുതലേ പറയുന്നുണ്ട്. റോബിൻ മറ്റേ ടീച്ചർമാർ സമരത്തിന് പോയ സമയം തൊട്ട് ഓരോ വീഡിയോസ് എടുത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിലെ കുറേ ഡയലോഗൊക്കെ ഇട്ട് റോബിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. എവിടെയെങ്കിലും എന്നിലൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ റോബിൻ അത് ഒന്നും കൂടെ ഒന്ന് പൊലിപ്പിച്ച് ഇതാക്കി ഇടുക എന്നുള്ളത് റോബിൻ്റെ ഒരു ശീലമാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൽ പിടിച്ച് ലക്ഷ്മി ഓരോന്നും തുടങ്ങി. അതിന് മുന്നേ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഇത് വീണ്ടും ഇങ്ങനെ പൊക്കി വരാൻ തുടങ്ങിയത്. അപ്പോൾ റോബിൻ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, റോബിനെ നീ എവിടെ നിർത്തുന്നോ അവിടെ മുതൽ ഞാൻ തുടങ്ങിയിരിക്കും എന്നാണ് പറയുന്നത്. ചെറിയൊരു ഓലപ്പടക്കം വന്നപ്പോഴത്തേക്ക് നീ ഇത്രയും ഭയന്നോ? അപ്പോൾ വലിയ തൃശ്ശൂർ പൂരമൊക്കെ വന്നാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു ടീമായിട്ടാണ് കുറച്ച് പേര്. ലക്ഷ്മിയുടെ കൂടെ വേറെ 2-3 പേരും കൂടെ ഒക്കെ വരുന്ന പൈസയുടെ ഇടപാടാണ്. കടം മേടിച്ച്, അതാണ് വിഷയം. കടം മേടിച്ചെന്നും പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാൻ ചിലർക്ക് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ സ്നേഹിച്ചിരുന്നവർ തമ്മിൽ വീണ്ടും വലിയ ശത്രുതയാകാനായിട്ട് പണം കൊടുത്തും ഉറപ്പായിട്ടും പിടങ്ങിയിരിക്കും. അതിന് ഒരു സംശയം വേണ്ട കേട്ടോ. അത് നമ്മൾ ബന്ധുക്കാർക്കാണെങ്കിലും കൂടപ്പുറപ്പങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും പൈസ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പോയാലുണ്ടല്ലോ അതൊരു വലിയ പിണക്കത്തിലേ തീരത്തുള്ളൂ. അതേസമയം നമ്മളോട് ഒന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹത്തോടെ ഇല്ല കയ്യിൽ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഒരു മുഷിപ്പേ തോന്നുള്ളൂ, പിന്നീട് ആ ഒരു പിണക്കം വരുത്തില്ല. അതേസമയം പണം കൊടുത്താൽ ശത്രുത ഉറപ്പാണ്, അതിനൊരു സംശയവും വേണ്ട. അതിനുള്ള തെളിവാണ് ഇവരൊക്കെ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ. ഇവർക്കിത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ എടുക്കാം. ഈ ലക്ഷ്മിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒന്ന് സോഷ്യൽ മീഡിയ വന്ന് ഈ ചാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ പുള്ളിക്കാരി കഴിഞ്ഞിടയ്ക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് മുൻകൈ എടുത്താണ് ഈ ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഇവർ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിയതാണ് ഈ ലക്ഷ്മി. ഇങ്ങേ സൈഡിൽ നിൽക്കുന്ന റോബിനാണെങ്കിലും ഇപ്പോൾ ഈ ടീച്ചർമാരുടെ സമരത്തിനാണെങ്കിലൊക്കെ ഒത്തിരി സെലിബ്രിറ്റികളൊക്കെ അല്ലാതെ പലയിടത്തും പോയി കിടന്ന് പല കോലങ്ങളും കിട്ടിയായിരുന്നു. പക്ഷേ ഇവർ ഈ ടീച്ചർമാരുടെ വിഷയത്തിന് ആരും പോകുന്ന കണ്ടില്ലായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഒക്കെ ഞാൻ ചെയ്താണ് കേട്ടോ. പക്ഷെ അത് മൈൻഡ് ചെയ്യാൻ പോലും ആൾക്കാരില്ലായിരുന്നു. അവിടെ പോയി ആ പ്രശ്നങ്ങൾക്കൊക്കെ അവരുടെ കൂടെ നിൽക്കുകയും പുള്ളി കുറച്ച് ഫെയിമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാലും അവിടെ ചെല്ലാനായിട്ടും അതുപോലെ തന്നെ വിവേക് ഗോപൻ എന്ന് പറഞ്ഞ സീരിയലിനകത്തെ കൊണ്ടായിരുന്നു, പരസ്പര സീരിയലിനകത്തെ കൊണ്ടുവന്ന് വിവേകം ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി ഭയങ്കര ഒത്തിരി അവിടെ കിടന്ന് അവർ അനുഭവിക്കുകയൊക്കെ ചെയ്തു. ആ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ടീച്ചർമാരുടെ സമരം തീർന്നു എന്നാണ് പറയുന്നത് കേട്ടോ. വളർമതി ടീച്ചർ നിരാഹാരം നിർത്തി. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. ടീച്ചർ കുറേ ദിവസമായിരുന്നു, 13 ദിവസത്തോളമായിരുന്നു ടീച്ചർ നിരാഹാരമായിട്ട് അവിടെ പന്തലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടായിരുന്നു ടീച്ചറിൻ്റെ തീരുമാനം. കാര്യം അതിനൊരു തീരുമാനമാകാതെ അത് ഇന്ന് പിന്മാറുകയായിരുന്നു. എന്നുള്ള എൻ്റെ ഒരു തീരുമാനമായെന്ന് തോന്നുന്നു. ടീച്ചർ നിരാഹാരം നിർത്തി. നിരാഹാരം ഇതാണെങ്കിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെയാണ്. ഇനി അറിയില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാണേലും ആ നിരാഹാരം അത് അവസാനിച്ച് നടപ്പത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അതിനൊക്കെ വേണ്ടി റോബിനൊക്കെ പോയി ഒരുപാട് കിടന്ന് ചില ഷോ കാണിച്ചെന്ന് പറഞ്ഞാലും അതിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിക്കാൻ ഒരു മനസ്സ് തോന്നിയല്ലോ, അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റോബിൻ വന്നേച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റോബിൻ ഒരു പ്രസ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടാണ് വേദലക്ഷ്മി പറഞ്ഞത്, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷേ റോബിൻ വന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അതിൽ ജെനുവിനായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നി കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ റോബിൻ പറയുന്നത് തെളിവ് സഹിതമാണ് റോബിൻ എല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ കാണിക്കുന്നത്. വേദലക്ഷ്മി ഇവർ സ്നേഹിച്ചിരുന്ന സമയത്ത് റോബിൻ പൈസ ചോദിച്ചുകൊണ്ടുള്ള ഈ ചോദിക്കുന്ന മെസ്സേജ് അങ്ങനെയുള്ളൊക്കെയാണ് ചാറ്റൊക്കെയാണ് പുറത്ത് വിട്ടേക്കുന്നത്. നമ്മൾ സ്നേഹിച്ചിരിക്കുമ്പം നമ്മുടെ ഒരു ബുദ്ധിമുട്ട് സമയത്ത് നമുക്കതുപോലെ അറിയാവുന്ന ഒരാളോട് നമ്മൾ കുറച്ച് കടം ചോദിക്കുമ്പം അത് നമ്മൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പം ആ ഒരു ചാറ്റ് പിന്നീട് എടുത്ത് അത് പുറത്തിടുക എന്ന് പറഞ്ഞത് അതൊരു അന്തസ്സുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അതൊട്ടും അന്തസ്സില്ലായ്മയാണ്. കാര്യം ഇപ്പം എന്നോട് ഒരാൾ ഒരു പൈസ ചോദിച്ച് അവരുടെ വിഷമ സമയത്തായിരിക്കും നമ്മളോട് ചോദിച്ചത്. അതിനി അവരായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ആ ചാറ്റെടുത്ത് ഞാൻ പുറത്തിട്ട് അവരെ നാണം കെടുത്തുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇത് ഈ ലക്ഷ്മിക്ക് ഇത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പാർട്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്നും എനിക്കറിയില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലയിടത്തൊക്കെ അങ്ങനെ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇനി പാർട്ടിപരമായിട്ട് എന്തെങ്കിലുമുള്ള ആക്രമണമൊക്കെ ആണോ എന്ന്. എന്നതാണെങ്കിലും റോബിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കി പറയാം. ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിന്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതാണ്. അത് മാത്രമല്ല അതിനകത്ത് ബിഗ് ബോസിനകത്ത് ആദില നോറയ്ക്ക് അഗൻസ്റ്റൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനത് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. വേദലക്ഷ്മി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റോബിന്. അവർ ലക്ഷ്മി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് റോബിൻ പറയുന്നു ഒരാൾ വഴി പരിചയപ്പെട്ടെന്നാണ്. പക്ഷേ ലക്ഷ്മി പറയുന്നത് അങ്ങനെയല്ല, നേരത്തെ മുതൽ ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഇവർ റോബിനും കുറച്ചൊക്കെ വിഴുങ്ങുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ ഭാഗം ന്യായീകരിച്ച് വരുമ്പോൾ ചിലതൊക്കെ വിഴുങ്ങുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണ്, നല്ല ലോകപരിചയമുള്ള മനുഷ്യരാണ്. എന്നിട്ട് ഇങ്ങനെ ഈ ചെളിവാരി എറിയുന്ന എന്നതിനൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന് റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ടല്ലേ സുഹൃത്തല്ലേ നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലുള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഈ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കും. ആ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. റോബിൻ പൈസ ചോദിച്ച് ചെയ്തേക്കുന്ന വീഡിയോ. അതൊക്കെ എന്ത് ഉദ്ദേശത്തിൽ നമ്മളോട് ഇപ്പോൾ ഒരാളൊരു പൈസ ചോദിക്കുമ്പം അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് അയച്ചു തന്നാലേ പൈസ കൊടുക്കുള്ളൂ എന്നാന്നറിയാം. ഏർപ്പാടൊക്കെയാണ് അല്ലേ. നമ്മൾ സാധാരണക്കാരാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരെങ്ങനെയാണ്, നമ്മളോട് ഒരാൾ പൈസ ചോദിച്ചു നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മളവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇല്ലടാവേ നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ ഇല്ല അത്ര എടുക്കാനായിട്ട്, ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇത് ഒരാൾ പൈസ ചോദിച്ചപ്പം ആ ആളുടെ വീഡിയോ പൈസ ചോദിച്ച് പിച്ച തെണ്ടുന്ന പോലെ അല്ലേ ഉള്ളപ്പോൾ അത് ഒരാളോട് വീഡിയോ ചെയ്ത് അത് അയച്ച് കൊടുക്കണം, കൊടുത്താലേ പൈസ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ വീഡിയോ എടുത്തു വെച്ചാണ് അവരിപ്പം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നാറിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാൾ ഒരു വിഷമ സമയത്ത് ചോദിച്ച കാര്യത്തിന് ഇതുപോലെ നാണം കെടുത്താനായിട്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഇവർ ഈ തെളിവുണ്ടെങ്കിൽ ഇവർ പൈസ കൊടുത്തേക്കുന്നത് അത് നിയമപരമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഈ പറഞ്ഞ ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പം ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞ കണക്കാണ് ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ ഒരു ഫ്രണ്ട് അല്ലേ നമ്മൾ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽദേവ് പറഞ്ഞിട്ടാണ് ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്. എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിന് മുന്നേ ഇൻഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുണ്ട്, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. പിന്നെ പൈസ തരാനുണ്ട്, പൈസ താതാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾ പൈസ തരാണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തേച്ച് നമ്മൾ പറയും. നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും, ഇതിലേക്ക് പൈസ ഇട് എന്ന് പറയും. ഇവരെല്ലാം പലരുടെ അക്കൗണ്ടാണ് കൊടുത്തേക്കുന്നത്, പലരുടെ. അതെല്ലാം തെളിവായിട്ട് റോബിനകത്ത് കാണിക്കുന്നുണ്ട്. പലരുടെ അക്കൗണ്ടിലേക്ക് ഈ ഓരോ പൈസയും ഇത് തിരിച്ച് കൊടുക്കാൻ നേരം പറയും ഇനി ആരുടെ അക്കൗണ്ടിലേക്ക് അത് ഇട്ടേര് എന്നും പറഞ്ഞ് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്. ലാസ്റ്റ് ഈ ലക്ഷ്മി ആണെങ്കിലും വേറൊരു അക്കൗണ്ടാണ് കൊടുത്തത്, അതിലേക്ക് പൈസ ഇട്ടേക്ക് എന്നാണ് പറഞ്ഞത്. റോബിൻ പറയുന്നത് റോബിൻ പൈസ കൊടുത്തതാണ്, കുറേ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. ഇനി എത്രയൊക്കെയോ ലക്ഷങ്ങളാണ്, ചെറിയ തുകയൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കൂടിയ ലക്ഷങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ റോബിനെതിരെ ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുവാണ്. അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇതിന് വെച്ചാൽ റോബിൻ ഇലക്ഷന് നിന്ന സമയം തൊട്ടാണ് ഇവർ പ്രശ്നം തുടങ്ങിയെന്നാണ് പറയുന്നത്. ആ സമയത്ത് എൻ്റെ കുറേ പൈസയൊക്കെ റോബിന് കിട്ടിയെന്നുള്ള ചിന്തയിലാണ് ഇവർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ആ സമയത്ത് ഇവരെ പറ്റി
റോബിനെ പറ്റി ഒരു മോശം ഇത് വന്നാൽ ആ ഇലക്ഷന് നിൽക്കുന്നതിനെ ബാധിക്കും. പുള്ളിക്കാരൻ ഇലക്ഷൻ നിൽക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളവരൊന്നും അങ്ങനെ നിർത്തത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പൈസ കൊടുക്കണമെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ആ സമയത്തുണ്ടാക്കി. പക്ഷെങ്കിൽ ആ സമയത്ത് എന്നിട്ട് കൊണ്ടുപോയി റോബിൻ കേസും കണ്ട് കൊടുക്കുമെങ്ങാണ്ടായിരുന്നു അന്നും ചെയ്ത് കഴിഞ്ഞേച്ച് കഴിഞ്ഞ ദിവസം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റോബിൻ്റെ അമ്മ മരിക്കുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നതും റോബിനപ്പോൾ ആ ഒരു കേസിൻ്റെ പുറകെ പോകാനോ ഒന്നും സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ആ കേസിൻ്റെ ഇതിൻ്റെ എല്ലാം പുറകെ പോയിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പം ഇവർ പൈസ തരാനുണ്ട് നീ കിടന്ന് പറയുന്നതല്ലാതെ ഇവർ കൊടുത്തേക്കുന്നതിൻ്റെ തെളിവും കാര്യങ്ങളും ഒന്നും ഇവർ പുറത്ത് വിട്ടേക്കുന്നില്ല. ഈ ലക്ഷ്മിയൊക്കെ ആണെങ്കിലും വിട്ടിട്ടില്ല. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്തതിൻ്റെ തെളിവാണ് നമ്മൾ പുറത്തോട്ട്. ഇപ്പോൾ ഒത്തിരി പേര് പല സ്ഥലത്തു നിന്നും പലരും വന്നേച്ച് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു, എൻ്റെ ഭർത്താവിനോട് അങ്ങനെ ചോദിച്ചു എടുത്തു എന്ന് പറയുന്നതല്ലാതെ അല്ലെങ്കിൽ കൊടുത്തെന്ന് പറയുന്നതിൻ്റെ ഇവരെല്ലാം അക്കൗണ്ടിലൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും ഇവരിടുന്നില്ല. പക്ഷേ റോബിൻ ഇതിനകത്ത് കുറേ പേരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്കൊക്കെയാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തേക്കുന്നത്, ഇവരൊക്കെ അയച്ചു കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാലും ലക്ഷ്മി പറയുന്നുണ്ട് അത് മേടിച്ചു പൈസ തിരിച്ചു താ എന്നിട്ട് നീ സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിലെവിടൊക്കെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്, ഒരാളുടെ ഭാഗത്ത് മാത്രം രണ്ടിടത്തും ഉണ്ട്. കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറക്റ്റഡ് ആയിട്ടുള്ള ആളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എടുത്തു. ആദ്യം പറഞ്ഞു 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞു 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. ഓക്കെ, ഇവരിപ്പോൾ എന്താ BJP ഒരു സംതിങ് വോയിസ് എന്ന് കിട്ടുന്നത്. അതിൽ ആദ്യം കുറച്ച് സൗണ്ട് മോഡുലേഷനെ പറ്റി ആയിട്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല. അത് ഒരു വർഷം മുന്നേ ഉള്ള സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ BJP ജോയിൻ ചെയ്തിട്ട് പോലുമില്ല. നമ്മളന്ന് നോർമലി സംസാരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ അതിൽ മോശക്കാരനാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് BJP പറ്റി ABCD കാര്യങ്ങൾ അറിയത്തില്ല. എനിക്കറിയത്തില്ല. ഞാൻ ജനിച്ചത് BJP ഒരു എന്താ പറയുക ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പ്രവർത്തനമായിട്ട് വന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ ABCD അറിയത്തില്ല. ഞാനതിൽ പറയുന്നത് എന്താ നമ്മൾ ജനങ്ങൾക്കും വേണ്ടി എനിക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് പ്രവർത്തിക്കുന്ന പറഞ്ഞത്. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞു. ജനങ്ങൾക്കും വേണ്ടി എനിക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ അത് ഇനിയും പ്രവർത്തിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേദലക്ഷ്മി കാശ് കൊടുക്കണമെന്നാണ് പറയുന്നത്. വീട്ടിലേക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യുക? അവർ ഈ പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് തരാൻ വേണ്ടി പറയും. ഇന്നേ വരെ ആ വ്യക്തി എനിക്ക് അവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചറിയോ? ഫെബ്രുവരിക്ക് ശേഷം അവിടെ ഒരു കോളോ വോയിസോ എനിക്ക് വന്നിട്ടില്ല. ജനുവരിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ കണക്ക് ഇവർക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യമാണ് എൻ്റെ നിന്ന് ഫണ്ട് മേടിക്കാന്നുള്ള. അങ്ങനെയാണെങ്കിൽ അവരവിടെ വന്ന് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യവും ചെയ്ത് അതിലെന്താണോ അതിൽ കൊടുക്കാനുണ്ടോ മേടിക്കാനുണ്ടോ എന്ത് കാര്യം ഉണ്ടെന്നുള്ള അവിടെ വെച്ച് സംസാരിച്ച് സെറ്റിൽ ചെയ്യണം. ആ അവസാനം പറഞ്ഞ കാര്യം ചിന്തിക്കാവുന്ന കാര്യമല്ലേ? അവസാനം പറഞ്ഞ ആ ഒരു കാര്യം റോബിനാണ് ഇപ്പോൾ കേസ് കൊടുത്തേക്കുന്നത്. റോബിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ റോബിൻ അങ്ങനെ കേസ് കൊടുത്തെടുത്ത് വേദലക്ഷ്മി വിളിച്ചിട്ട് പുള്ളിക്കാരിക്ക് സൗകര്യമുള്ളപ്പോഴേ ചെല്ലുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വരും, എനിക്കിപ്പോൾ തിരക്കാണ്, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വരും എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ ആ ഒരു വ്യക്തി പുള്ളിക്കാരിക്ക് പൈസ കിട്ടാനായിട്ടുണ്ടെങ്കിൽ സൗകര്യമുള്ളപ്പോഴല്ലല്ലോ ചെല്ലേണ്ടത്. ഇപ്പോൾ പുള്ളി തന്നെ ഒരു കേസ് കൊണ്ട് കൊടുത്തതാണ്. അവിടെ ചെന്ന് നമ്മുടെ തെളിവുണ്ടെങ്കിൽ നമുക്ക് ആ തെളിവ് കാണിച്ച് അവിടെ പറയാം എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും രൂപയാണ് മേടിച്ചേക്കുന്നത്, ഇതെനിക്ക് തിരിച്ചു വേണം, അതിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് തെളിവ് സഹിതം കൊടുക്കാമല്ലോ. പക്ഷേങ്കിൽ അവരിതുവരെ പോയിട്ടില്ല. ആ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടും അവിടോട്ട് അവർ ചെന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് റോബിൻ പറയുന്ന വേറൊരു കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് ഇല്ലേ? എനിക്ക് എൻ്റേതായിട്ടുണ്ട്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും നിങ്ങളുടേതായ രാഷ്ട്രീയം കാണും. നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാലും അവരുടെ തെറ്റ് കണ്ടാൽ നമ്മൾ കൂട്ടുകാർക്കിടയിൽ സംസാരിക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന എന്നതെങ്കിലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ഞാനത് വിമർശിക്കാറുണ്ട്, ഞാനത് പറയാറുണ്ട്. അത് ശരിയല്ല, പാർട്ടിക്ക് അവർ കാണിച്ച് ശരിയല്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെയായിരിക്കാം ഒരുപക്ഷെ കൂട്ടുകാർ കൂടി ഇന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എടുത്ത് ആ വോയിസ് എടുത്ത് അത് പുറത്തിടുക എന്നതൊക്കെയാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ്. പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേദയുടെ സ്വഭാവം നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാര്യം ബിഗ് ബോസ് ഒനിയൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾ എന്നാന്ന് കണ്ടതാണ്. ഒരു മനുഷ്യനെ ഇതാക്കണമെങ്കിൽ വേദയ്ക്ക് ഒരു ഇതുമില്ലാതെ വേദ കിടന്ന് ഓരോന്ന് പറയുകയും കാണിക്കുകയും ചെയ്യും. ഒനിയനൊന്ന് പൊട്ടിക്കരയെ വരെ ചെയ്യും. മസ്താനി പറഞ്ഞതാണ്, ഒരാൾ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യം എന്നാന്നറിയാതെ അത്രയും ചെന്നങ്ങോട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും ആ ആൾ നീ അങ്ങനെയാണ് എന്നുള്ള രീതിക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം അതുപോലുള്ള രീതിയാണ്. ഇതിപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ലക്ഷ്മി ഈ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്.
കൂട്ടുകാർക്ക് വേണ്ടിയാണേലും ആർക്ക് വേണ്ടിയാണേലും നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇല്ലേ? നമ്മൾക്ക് സമൂഹത്തിലുള്ളൊരു വിലയുണ്ട്. നിങ്ങളെപ്പോലെയൊക്കെയുള്ള സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ ഒരു വിലയുണ്ട്. ആ വില നിങ്ങൾക്ക് സ്വയം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൈസ തരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ റോബിൻ പറഞ്ഞ പോലെ റോബിൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കണ്ട, റോബിൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ നിയമപരമായിട്ട് പോകും. അപ്പം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമോ ഇല്ലെന്ന് അറിയാമല്ലോ. എന്നിട്ട് കോടതി വഴി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നല്ല ധാരണയുള്ള ആൾക്കാരാണ്. എന്നിട്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ രാഷ്ട്രീയമാണോ അതോ ഇവർക്ക് ശരിക്കും പൈസ കിട്ടാനുള്ളതാണോ എന്നൊരു സംശയമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം നിന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പലരും പറഞ്ഞ പ്രൊട്ടക്ഷന് പോയി ഞാൻ എന്തിനാ നിന്ന് അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് PSC ആ പറഞ്ഞ റാങ്ക് ഹോൾഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റീസ് പോലും അവിടെ പോയി ഇത്രയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ നിന്നിട്ടുണ്ട്, ഇനി നിൽക്കുകയും ചെയ്യും. ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ നിൽക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്നത് കാരണം ഇവർക്കറിയാം BJP എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്ക് എന്താ പറയുക, മറ്റുള്ള പാർട്ടിക്കാരും മറ്റുള്ള മതക്കാരും എല്ലാവരും ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന്റെ ഉപരി ഈ പറഞ്ഞ ആൾക്കാർ ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കോർട്ടല്ല, കോടതിയല്ല സോഷ്യൽ മീഡിയ. അത് കറക്റ്റാണ്. സോഷ്യൽ മീഡിയ അല്ല കോടതി. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിലല്ല പറഞ്ഞാൽ അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കേണ്ടത്. പിന്നെ റോബിൻ പറഞ്ഞാൽ രാഷ്ട്രീയം ഇപ്പം അങ്ങനെയൊന്നുമില്ല റോബിനെ. BJP എന്നോ LDF എന്നോ UDF എന്നോ അങ്ങനെയൊന്നുമില്ല. ഏത് പാർട്ടിക്ക് ഇപ്പം LDFന് നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ UDFൻ്റെ ആൾക്കാരും ഈ BJPയുടെ ആൾക്കാരും നമ്മളെ ചീത്ത വിളിക്കും. ഞാനൊരു രാഷ്ട്രീയൻ്റെ അതിനകത്ത് പറയാറില്ല, ഞാൻ പറഞ്ഞാണ് പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ UDFന് സപ്പോർട്ടായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ LDFകാരും ഈ BJPക്കാരും വന്ന് ചീത്ത വിളിക്കും. ഇനി BJPക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞാൽ ഈ LDFകാരും UDFകാരും വന്ന് ചീത്ത വിളിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടി ഇന്ന പാർട്ടി ആയതുകൊണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയുടെ ഒക്കെ എന്തൊക്കെയോ അതിലെനിക്കും തോന്നുന്നുണ്ട്. റോബിനെ ഈ ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള പരിപാടിയാണോ ഇവർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം എത്രയാണെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്നൊരു പുറത്തൊരിത് വരുമ്പോഴത്തേക്ക് അത് സപ്പോർട്ട് പിടിച്ച് അത് ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാരുണ്ട്. കേട്ടോ, അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നു ആ പാർട്ടി ഇങ്ങനെയാണെന്ന് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയാണോ ഒരു ഉദ്ദേശം? റോബിൻ പറയുന്നത് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവരാരും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല, എടുത്തിട്ടില്ല. ഈ പറഞ്ഞ ഭാഗങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് ഇവർ അങ്ങോട്ട് സംസാരിച്ച കാര്യങ്ങൾ കാണുമല്ലോ, ഇങ്ങോട്ട് സംസാരിച്ചത് മാത്രമല്ലേ എടുത്തിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു കാര്യം അങ്ങോട്ട് പറയാതെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമോ? ഇല്ല. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾ കമൻറ്റ് ഇടുന്നത് എന്ന് പറയുന്ന പോലെ ഈ റോബിൻ്റെ സൗണ്ട് മാത്രമല്ലേ പുറത്ത് വരുന്നുള്ളൂ. ഈ റോബിൻ പറഞ്ഞതിന് എതിരായിട്ട് നിന്ന് സംസാരിച്ചവർ ഒരു കാര്യങ്ങളും പുറത്ത് വരുന്നില്ലല്ലോ. ഈ പറഞ്ഞ ആൾക്ക് കുറേ വീഡിയോസ് എല്ലാം വെച്ചിട്ട് ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, എൻ്റെ വോയിസ് എല്ലാം എടുത്ത് ഈ പറഞ്ഞ ആൾക്ക് എപ്പോഴും സംസാരിച്ച് ഇതെല്ലാം മാനുപുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് എന്നെ, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? ഞാൻ അങ്ങ് നശിച്ചു പോകണം, ഞാൻ അങ്ങ് ഇല്ലാണ്ടാവണം, ഞാൻ ഇനി ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല, നിന്നെ തൊലയ്ക്കും, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അല്ലേ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി ഫേസ് ചെയ്യുക, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരിക, നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ലീഗലി ഫേസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്ത് പബ്ലിക്കിലേക്ക് പറയാം. അല്ലാതെ ഈ പറഞ്ഞ ആൾക്ക് സ്റ്റോറി ഇട്ടിട്ട് കൗണ്ട് ഡൗൺ ഇട്ടിട്ട് ഇതെൻ്റെ ലാസ്റ്റ് പ്രസ് മീറ്റാണ്, ഇതിന് ശേഷം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആസ് ഏർലിയസ് ആയിട്ട് ഞാൻ എൻ്റെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മനസ്സിലായി? റോബിൻ ഇങ്ങനെ ഇവർ ഒത്തിരി വീഡിയോസും ഇൻസ്റ്റയിലാണ് കൂടുതലും വരുന്നത്. ലക്ഷ്മിയും പിന്നെ ഈ വിഷ്ണു അല്ല അനന്തു എന്ന് പറയുന്ന ആളും പിന്നെ വേറൊരു പുള്ളിക്കാരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഓരോ, പിന്നെ അതല്ലാതെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. റോബിനെതിരായിട്ടുള്ള കുറേ ആൾക്കാർ കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ. എന്നതിനാണ് ഈ നമുക്ക് ഈ കൽക്കുളത്തിൽ മീൻ പിടിക്കാന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് വന്ന് കുറേ പേര് അങ്ങനെയും കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റോബിൻ്റെ സൈഡിൽ നിന്ന് റോബിൻ്റെ വക കുറച്ച് വീഡിയോസും കാര്യങ്ങളും റോബിനും ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ചാറ്റും കാര്യങ്ങളൊന്നും റോബിൻ പുറത്തു വിടുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. റോബിൻ അതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ അത് അങ്ങനെ കൂട്ടുകാരായിട്ട് ഇരുന്ന സമയത്ത് ഇവർ ഈ പണി കാണിക്കാനാണ് ഇതൊക്കെ ഈ വീഡിയോസൊക്കെ മേടിച്ചെന്നുള്ളത് റോബിൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ചതി എന്ന് പറയുന്നത്. കൂട്ടത്തിൽ നിന്ന് സ്നേഹത്തോടെ നിന്ന് ഒരു മനുഷ്യൻ അത്യാവശ്യ സമയത്ത് ഇച്ചിരി പൈസ ചോദിക്കുമ്പോൾ ഇങ്ങനൊരു വീഡിയോ തന്നാലേ തരുവുള്ളൂ എന്ന് പറയുമ്പോൾ ആ നിവൃത്തിയുടെ സമയത്ത് ചിലപ്പോൾ അവരങ്ങ് കൊടുത്തു പോകും. അങ്ങനെ ഒരു വീഡിയോ പൈസ ചോദിക്കുന്നതായിട്ടൊരു വീഡിയോ. അത് പക്ഷേ റോബിൻ ഒന്ന് ചിന്തിക്കായിരുന്നു. റോബിൻ എത്രയാണോ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇച്ചിരിയൊക്കെ തരയ്ക്കാത്ത ആൾത്താമസം വേണം. അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു വീഡിയോ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാതിരിക്കത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്കുള്ള അടിക്കാനുള്ള വടി തന്നെ നിങ്ങൾ അവരുടെ കൈ കൊടുത്തു എന്ന് കരുതിയാൽ മതി. അതുപോലെ തന്നെ ഇവർക്ക് ലീഗലായിട്ട് ഇവർക്ക് പോകാം, നിയമപരമായിട്ട് പോയിട്ട് കാര്യങ്ങൾ ഇവർക്ക് കിട്ടാനുള്ള പൈസ മേടിക്കുക. അല്ലാതെ ഈ ഓരോ ചാറ്റ് പൈസ ചോദിക്കുന്നതിൻ്റെ അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഞാൻ ആ ചാറ്റ് കണ്ടു കേട്ടോ. എനിക്ക് പക്ഷേ എന്തോ റോബിൻ ഒത്തിരി ചോദിക്കുന്നുണ്ട്, പൈസയുടെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഈ പറഞ്ഞ BJP ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ BJP തന്നെ പുറത്താക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലേ? ഇതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുക്കേണ്ടി വന്നാലും വിത്ത് റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയാണ്, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. ഞാൻ മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ അവസാനം വരെ ഞാൻ ഒരു BJP കാരനായിരിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് കാര്യം നല്ല ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ല? പിന്നെ ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ ബിഗ് ബോസ് പറഞ്ഞാണെങ്കിൽ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ചേർന്നിട്ടുള്ള ഒരു പച്ചയ മനുഷ്യനാണ്. എനിക്ക് നല്ലവനായി ഉണ്ണിയായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല. മനസ്സിലായില്ല? റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്റ്റും ചെയ്യും, പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ പറയാണ്, ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഈ അലിഗേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ
ആലോചിക്കും, ഒരാളിന്റെ വോയിസ് സംസാരിച്ച സമയത്ത് പേഴ്സണലി പണ്ട് എപ്പോഴും ചെയ്തെടുത്തിട്ട് ഇപ്പോൾ വന്നത്. അപ്പോൾ അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു? ഇവരെന്തിനല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ബ്രോയിന് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ബ്രോന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കള്ളം ഉണ്ടെങ്കിൽ ബ്രോ ആദ്യമേ പോയി കംപ്ലൈന്റ് ഞാൻ പോയി എന്നെ പിടിച്ചോന്ന് പറഞ്ഞ് പിടിക്കോ? ഇല്ലല്ലോ. ആദ്യമേ പോയി കൊടുത്ത് ആ പറഞ്ഞ ആളിനെ വിളിച്ച് വരുത്തി എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ന് രാവിലെ 10 മണിക്ക് രണ്ടുപേരും വിളിച്ചാൽ വന്നിട്ടില്ല. അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്, അവരെന്ത് വരാത്ത? രണ്ടാമത്തെ കാര്യം, സ്റ്റോറി ഇട്ടേക്കാണ് 4 മണിക്ക് ഇവിടെ ഞാൻ വന്നേക്കാം, പരിപ്പം വാഴ ചായ. അപ്പോൾ ഇവിടെ വരാൻ സമയമുണ്ട്, 500 മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വരാൻ സമയമില്ല അല്ലേ? പോലീസ് കാണുന്നുണ്ടല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. അത് ഞാനും കണ്ടായിരുന്നു. വേദ ഇട്ടേക്കുന്ന ലക്ഷ്മി ഇട്ടേക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. പരിപ്പടിയും ചായയും ഞാൻ കൊണ്ടുവന്നേക്കാം. അതുപോലെ ഏതോ ഒരു ചാനലിനോടും കൂടെ പറഞ്ഞിട്ട് നിങ്ങളും കൂടെ അവിടെ ചെന്നിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഇതിനകത്ത് റോബിൻ പറയുന്നത് തന്നെ, റോബിൻ പറയാറുണ്ട് ഞാൻ നല്ലവനൊന്നുമല്ല, ഞാൻ പച്ചയായ മനുഷ്യനാണ്, ശരിയാണ്, മനുഷ്യനാണ്. തെറ്റി ശരിയെല്ലാം മനുഷ്യർക്കുണ്ടാകും, ആരും പുണ്യാളന്മാരല്ല, ആരും. എല്ലാവർക്കും തെറ്റി ശരിയുള്ളവരാണ്, ഈ പറയുന്നത് ഞാനടക്കം. എല്ലാ മനുഷ്യർക്കും അവർക്ക് തെറ്റും കാണും ശരിയും കാണും. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിച്ച് മോശക്കാരനാക്കുക എന്നുള്ളത് റോബിനെ ഇഷ്ടമില്ലാത്തൊരു തരത്തിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇയാളോട് പേഴ്സണലി ദേഷ്യമൊന്നുമില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. എനിക്ക് ബിഗ് ബോസിൽ വന്ന സമയം മുതൽ എനിക്ക് ഇയാളോട് ഒരു ഇഷ്ടമായിരുന്നു. അതിപ്പോഴും ഞാൻ ആദ്യം തന്നെ അങ്ങ് പോകുന്നുണ്ട്. പുള്ളി ചെയ്യുന്നത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാനത് പറയാറുണ്ട്, അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഇത്രയും മോശമാക്കാനായിട്ട് ഇവർക്കൊക്കെ വേദയ്ക്ക് ഇത്രയ്ക്ക് ബുദ്ധിയും ബോധവും ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അവർക്കത് നിയമപരമായിട്ട് പോകാമായിരുന്നു. അപ്പം റോബിൻ ഇങ്ങനെ ഒരു ഇത്രയല്ല കേട്ടോ, ഒത്തിരി ഉണ്ട്, കുറേ കാര്യങ്ങൾ റോബിൻ പറയുന്നുണ്ട്. ഒത്തിരി തെളിവുകളും കാര്യങ്ങളും അവരയച്ചേക്കുന്ന ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇതിൻ്റെ അടിയിൽ ഇതിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിലേക്ക് അക്കൗണ്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് എനിക്ക് ഇച്ചിരി ഇതായിട്ട് ജെന്യുവനായിട്ട് തോന്നി. കാര്യം റോബിൻ പറയുന്ന കാര്യങ്ങൾ, ഒരാൾ നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ അവരെ സോഷ്യൽ മീഡിയ അല്ലല്ലോ വിധി എഴുതുന്ന സ്ഥലം, അവിടെ വന്നിച്ച് അവരുടെ ചാറ്റും കാര്യങ്ങളും പുറത്തു വിടുക അല്ലല്ലോ വേണ്ടേ, നിയമപരമായിട്ട് പോകുക. നിങ്ങളുടെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോവുക. ഇത് കഴിഞ്ഞിട്ട് വേദ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ഒരു 2 മിനിറ്റോളം വരുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പൊ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എന്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എന്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അന്തു സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ബൈ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് മെയ് 27 ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിനകത്ത് കുറേ കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് റോബിൻ അയച്ചു കൊടുത്തൊരു വീഡിയോ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. റോബിൻ അയച്ചു കൊടുത്തൊരു വീഡിയോ, ആ വീഡിയോ അതിനകത്ത് ആ ഒരു ചാറ്റിനകത്ത് വീഡിയോ അയച്ചേക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ചാറ്റ് കുറേ ഉണ്ട്, ഞാൻ അതിനകത്ത് സൈഡിൽ വെച്ചേക്കാം, നിങ്ങൾക്കത് വായിക്കാനായിട്ട് എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങളല്ലായിരുന്നു, സ്നേഹിതരായിരുന്നുള്ളതിൻ്റെ ഇതാണ് ഇപ്പം ലക്ഷ്മി കാണിക്കുന്നത്. അപ്പം റോബിൻ ചോദിക്കുന്ന ആ ഒരു വീഡിയോ നമുക്കത് കണ്ടു നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. അബിൽ ബ്രോൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. വളരെ നല്ല തങ്കപ്പെട്ട പാവം മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷനാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് എന്ന് പറയാം. ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം
പിന്നെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. എനിക്ക് നിങ്ങളെ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഇതൊക്കെ റോബിൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചോദിക്കുന്നുണ്ട്, റോബിൻ നീ എന്തൊക്കെയാണ് അയക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കരയുന്ന കുറേ ഇത്, പിന്നെ അങ്ങനെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ എവിടാണെന്നും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൈസ കൊടുക്കാൻ വേണ്ടി അതുപോലെ അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10 മണിക്ക് തിരിച്ചു തരാമെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കുറേ സോറിയും കാര്യങ്ങളും ഒത്തിരി കുറേ മെസ്സേജുകളുണ്ട് കേട്ടോ. കുറേ മെസ്സേജുകളുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എസ് രാധാകൃഷ്ണൻ അല്ലെന്നും എന്നതൊക്കെ റോബിൻ എനിക്കൊന്ന് പൈസ തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആയിരിക്കും പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവർ വീഡിയോ കോളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർ പേഴ്സണലായിട്ട് അയച്ച മെസ്സേജുകളാണ് ലക്ഷ്മി എടുത്ത് പുറത്തിട്ടേക്കുന്നത്. ആ പുറത്തിട്ടേക്കുന്ന മെസ്സേജുകൾ എനിക്കതത്ര നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ. അത്ര വലിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പൈസയുടെ കാര്യങ്ങൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്യാമോ എന്നും ചോദിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ അതിനകത്ത് മുഴുവൻ പൈസയുടെ കാര്യങ്ങളാണ്. ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്. അപ്പം ഇതാണ് ലക്ഷ്മി പറഞ്ഞ തുടക്കം ഇതാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല നിങ്ങൾ വെളിവിടേണ്ടത്. നിങ്ങൾ ചാറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളോട് പൈസ ചോദിച്ചതോ ഒന്നുമല്ല നിങ്ങൾ പുറത്തോട്ട് വിടേണ്ടത്. നിങ്ങൾ ഇവർക്ക് കൊടുത്ത ഈ റോബിന് കൊടുത്ത പൈസയുടെ തെളിവുകളാണ് നിങ്ങൾ ഇന്നതേണ്ട ഞാൻ റോബിന് അയച്ചതിൻ്റെ. ഇപ്പം ഇനി അല്ല നിങ്ങൾ ബാങ്ക് വഴിയാണ് കൊടുത്തതെന്നോ എങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ കുറേ തെളിവുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ചാറ്റും കാര്യങ്ങളല്ല. പിന്നെ ആ തെളിവുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഒരു കാര്യമില്ല. കുറേ പേരെടുത്ത് വെച്ചത് റിയാക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ തെളിവൊക്കെ ആയിട്ട് അയാൾ കേസ് കൊടുത്തേക്കുന്ന സ്റ്റേഷനിൽ തന്നെ ചെല്ലുക. അവിടെ ചെന്നേച്ച് പറയുക, അതുകൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടത്. ഞാൻ പൈസ ചോദിച്ചിട്ട് എനിക്ക് തരത്തില്ല, എനിക്ക് തരാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ തെളിവുകൾ, ഞാൻ കൊടുത്ത പൈസയുടെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയും. അപ്പം അങ്ങേര് റോബിൻ പലരുടെ ഐഡിയിലേക്കാണ് പല അക്കൗണ്ട് നമ്പറാണ് ഇവർ കൊടുത്തേക്കുന്നതെന്നാണ് പലർക്ക് ഇന്ന ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ഇട്ടേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ റോബിൻ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ റോബിൻ തെളിവും കൊണ്ട് വരട്ടെ. അങ്ങനെ നിങ്ങളിത് നിയമപരമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിച്ച് കുറച്ച് ചാറ്റും കാര്യങ്ങളും കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പരക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്നേഹം ഒരുപാട് അങ്ങോട്ട് പരക്കുന്നുണ്ട്. ആ പരന്ന് രണ്ട് സൈഡും നാറിക്കൊണ്ടിരിക്കുകയാണ്. റോബിൻ്റെ സൈഡാണെങ്കിലും നിങ്ങളുടെ സൈഡാണെങ്കിലും നിങ്ങളൊക്കെ ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്ന് തീർക്കേണ്ട പ്രശ്നങ്ങളല്ല. ഇതൊക്കെ അല്ലാതെ നിയമപരമായിട്ട് തന്നെ തീർക്കേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ വന്ന് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒന്നും വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചീത്തവിളി വരുന്നുണ്ട്, ഇഷ്ടംപോലെ. റോബിൻ്റെ ആരാധകർ എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യമേ വരുള്ളൂ. അപ്പം അവരിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഇതായിട്ടേ വരത്തുള്ളൂ, മോശം ഇതായിട്ടേ വരത്തുള്ളൂ. പിന്നെ വീണ്ടും ഇവർ ഓരോ തെളിവുകൾ കൊണ്ടുവരുന്നത് മറ്റേ ഈ അനന്ത സുജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരനെ എന്നൊരു വേദം തന്നെ ഇട്ടിട്ടുണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മീറ്റിങ്ങിനെ പറ്റി എങ്ങാണ്ട് റോബിൻ അയാളോട് പറഞ്ഞിരുന്നെന്നോ റോബിൻ ജെനുവിൻ എല്ലാം തോന്നിയുകൊണ്ടാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ പറഞ്ഞ് പുള്ളി ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ഈ വേദ ആ പുള്ളിക്കാരൻ ഇനി അടുത്ത സംഭവം കൊണ്ട് വരുന്നു, അടുത്തത് പൊട്ടിത്തെറിയും കൊണ്ട് വരുന്നു, കൂടുതൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ വെച്ച് ഒരുപാട് എപ്പിസോഡായിട്ട് ഇങ്ങനെ കാണിക്കത്തുള്ളൂ. അത് കുറച്ച് കാര്യങ്ങൾ ഇട്ടേച്ച് നമ്മൾ പിന്നെ അടുത്തറിയാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി ഇരിക്കും. അങ്ങനെയാണ് പുള്ളിയുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പുള്ളിക്കാരനും വന്ന് പറഞ്ഞേക്കുന്ന വീഡിയോ എടുത്ത് വേദ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേദയ്ക്ക് പറയാനുള്ള കാര്യമാണ് അത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ. നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ഇടുന്നത് നമുക്കത് ഒന്നെങ്കിൽ നമ്മളൊരു പാട്ടാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളിടും, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെന്നേ ആ സ്റ്റോറിക്ക് അർത്ഥമുള്ളൂ. അപ്പം രണ്ട് കൂട്ടരും രണ്ട് സൈഡിൽ നിന്നും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലാര് നാറും ആര് ജയിക്കും എന്നുള്ളത് കണ്ടറിയാം. മനുഷ്യന് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. നമ്മൾ കടം ചോദിക്കുന്നവർ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലേ കൊടുക്കണ്ട, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ, എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരേക്കും നമ്മളെ പിടിച്ച് തൂക്കിക്കൊല്ലാനൊന്നും വരുന്നില്ല. അവർ മറ്റൊരാളെ ആശ്രയിച്ചോളും, വേറൊരാളെ ആശ്രയിക്കും അവരപ്പോൾ. അല്ലെങ്കിൽ അവർ ആ കാര്യങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അവർ നോക്കും. ഒരാൾക്ക് പൈസ കൊടുത്തേച്ച്, ഒരു വിഷമ സമയത്ത് പൈസ കൊടുത്തേച്ച് പിന്നീട് അവർ ആ ചോദിച്ച ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടുക എന്ന് പറഞ്ഞാൽ ഒട്ടും എനിക്ക് അതിനോട് യോജിപ്പില്ല. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ.